Question number 21. Thermal properties of matter എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ പഠിച്ചതാണ് ഹീറ്റ് സപ്ലൈഡ് ടു ഇൻക്രീസ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലും തെർമോഡൈനാമിക്സിലും ഒക്കെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. വെൻ 300 joule of heat given to an ideal gas with a Cp equal to 7/2R, its temperature rises from 20 degrees Celsius to 50 degrees Celsius, keeping its volume constant, the mass of the gas. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾ 300 joule ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ ഹീറ്റ് സപ്ലൈ ചെയ്തപ്പം ടെമ്പറേച്ചർ 20ന്ന് 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ മാസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ പഠിച്ചത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് സപ്ലൈ എന്നെങ്കിൽ QV = എന്തായിരിക്കും? NCV ∆T ആയിരിക്കും. അപ്പൊ മാസ് കാണണമെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ മോളാർ മാസ് ആണ്, ഇൻറ്റു CV ഇൻറ്റു ∆T. ഓക്കെ, അതില് ആ CV തന്നില്ല, പകരം CP തന്നില്ലേ? CP - CV = R അല്ലേടാ. അപ്പൊ CV എന്ന് പറയുന്നത് എന്തായിരിക്കും? CP - R ആയിരിക്കും അല്ലെ. അപ്പൊ 7/2 R എന്ന് R മൈനസ് ചെയ്താൽ നമുക്ക് 5/2 R എന്നാണ് കിട്ടുക. അപ്പൊ CV നിങ്ങൾക്കറിയാം, ആ ∆T അറിയാം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഈ Q തന്നിട്ടുണ്ട്, ഈ Q നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. CV കാണാനുള്ള ഹിന്റ് നമ്മുടെ കയ്യിലുണ്ട്. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 5/2 R ആണ്. ഈ ∆T 20 to 50 ആയതുകൊണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. പക്ഷേ ഈ സ്മോളം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്തിരുന്ന ഗ്യാസ് ഏതാന്ന് കൃത്യമായിട്ട് പറയണം അല്ലെ. ഓക്കെ, സോ മോളാർ മാസ് തരാത്തത് കൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റൂല? ഗ്യാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. സോ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.